ഹൈ ഗായ്സ്, വെൽക്കം ടു ജോക്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ്. കാര്യം ഒന്നാമത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നാലും ഫാമിലി ആയിരുന്നാലും ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവര് എൻജോയ് ചെയ്തത്. കഴിഞ്ഞ വ്ലോഗില് ആൾക്കാർ കുറവായിരുന്നു. അപ്പൊ ഇന്ന് നമുക്കൊരു പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. അതിലോട്ട് വരാൻ നമുക്ക്. അപ്പൊ നമ്മുടെ ആ വീഡിയോ ഭയങ്കരമായിട്ട് ആൾക്കാർ ഭയങ്കര അഭിപ്രായമായിരുന്നു. കാര്യം ഇനിയും ചെയ്യണം. ആരും നമ്മളെ കളിയാക്കുകയും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ട് എന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ വെറുതെ ഫണ്ണായിട്ട് തുടങ്ങിയതായിരുന്നു. കാര്യം അന്നൊരു അവധി ദിവസമായിരുന്നു. അപ്പം ഇന്നൊരു അവധി ദിവസം കിട്ടിയപ്പോൾ നമ്മൾ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അടുത്ത ഹോസ്റ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ അതിഥിനെ വിളിക്കാം. നമ്മൾ അന്ന് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഒരു പേര് പരാമർശിച്ചിരുന്നു. ഏതാ നമ്മളൊരു പേര് പയ്യനുണ്ട്, പാട്ട് പാടുന്ന പയ്യനുണ്ട്, പയ്യനുണ്ട്. നമ്മള് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ഉദ്ദേശം. അപ്പം നമുക്ക് ആ ചടങ്ങിലേക്കാണ് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നല്ലൊരു ഗായകനാണ്, പടം വരയ്ക്കും. മൂന്നുപേർക്ക് ഒരുമിച്ചങ്ങ് വിളിക്കാം. ഗസ്റ്റിന്റെ സീനാ ഇന്റർവ്യൂ ആണ്. കോഴിക്കോട്. My name is Yadav. I am from കോഴിക്കോട്. കോഴിക്കോടിന്റെ അഭിമാനം, കോഴിക്കോടിന്റെ മുത്ത്, ഞങ്ങളുടെ എല്ലാവരും സ്വന്തം യാദവ്. ആളിങ്ങനെ ഇരിക്കണമെന്നുള്ളത് നോക്കണ്ട. അതെ അതെ, ആള് ഭയങ്കര എന്താ പറയുക, ടാലന്റഡ്. കലയുടെ ഒരു മനുഷ്യൻ എന്തൊക്കെ കഴിവുണ്ടാവുമോ അതെ. അപ്പൊ എന്താ യാദവ് നമ്മുടെ വ്ളോഗിനെ പറ്റി പറയാനുള്ളത്? ഇന്നലത്തെ ആളിത്തിരി വലിയ വലിയ ആൾ സ്ഥലത്ത് തന്നെയാണ്. ചൂടൊന്നും പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ആരും ഫണ്ണി ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യാദവ് ഇന്നലത്തെ ഞങ്ങളുടെ വീഡിയോ പറഞ്ഞ് നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് പോവാം. എനിക്ക് ഒന്നും പറയാനില്ല. ആ വീഡിയോ കണ്ടോ? വീഡിയോ എത്ര മിനിറ്റ് കണ്ടു? അതിന് നമ്മൾ ഇടയ്ക്ക് നമ്മള് ഇന്ത്യയെ പറ്റി സംസാരിക്കേണ്ടത്. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇന്ത്യ എന്റെ രാജ്യമാണ്. രാജ്യമാണ്. കണ്ടോളാം അത് ആ വീഡിയോ. ഫസ്റ്റ് പാർട്ട് ബാക്ക് ടു ദ ടോപ്പിക്. എന്താ ഞങ്ങളെ കുറിച്ച് എന്തിന്റെ അഭിപ്രായം? അതെ, ആദ്യം തുടങ്ങാം. ഹോസ്റ്റിൽ തുടങ്ങാം, പിന്നെ സഞ്ചി, പിന്നെ എല്ലാവർക്കും ഒത്തൊരുമുള്ള ഒരു കാര്യം, മന്തി കഴിക്കാൻ പോവാ. അവിടെയും ഫുഡ്. അതെ, അവിടെയും ഫുഡ്. ഇയാള് മന്തി ലവറായിരുന്നു. അപ്പം ആള് എന്താ മന്തി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു മന്തി ലവറാണ്. അതെ, അവന്റെ ഫേവറേറ്റ് ഫുഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ, നമ്മൾ ഈ മന്തി ആസ്വദിച്ച് കഴിക്കുന്ന കുറച്ച് പേരുണ്ട്. അതിനാണ് ഒന്നിവനും. ഇത് എണ്ണം പറഞ്ഞ കഴിക്കുന്ന ആള്. അതെ അതെ, എത്ര റേറ്റ് നമ്പർ 1 2 3 4 അറിയത്തില്ല. അൺലിമിറ്റഡ് ലിമിറ്റ് ഉണ്ട്. ശരിക്കും ലിമിറ്റ് ഇല്ല. അപ്പം പറഞ്ഞേ, ഹോസ്റ്റലിനെ പറ്റി തന്നെ പറഞ്ഞാൽ മതി. ഈ ചാനലിനെ പറ്റി, ഹോസ്റ്റലിനെ പറ്റി. ഹോസ്റ്റലിന്റെ മെയിൻ തൂണായിട്ടിരിക്കുന്ന നമ്മുടെ അമ്മയാണ്, ശാന്തമ്മ. അതൊന്നും വേണ്ട. അതല്ല, നമ്മളെ പറ്റി ഇത് ഞാൻ പറഞ്ഞ ഹോസ്റ്റലിനെ പറ്റി സോറി ഗൈസ്, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഹോസ്റ്റിനെ കുറിച്ച് പറയാൻ സ്നേഹത്തോടെ വിളിച്ചു. ഹോസ്റ്റ് ആണെങ്കിൽ അഭിരാം ജോക്സ്, ഇൻസ്റ്റാഗ്രാം ഐഡിയും അഭിരാം ജോക്സ്. വേറൊന്നും എനിക്ക് അറിയത്തില്ല. ആളെ കുറിച്ചൊന്ന് പറഞ്ഞു. അതിനെ കുറിച്ചോ? ഇവനൊരു നല്ല മനുഷ്യനാണ്. ഹോസ്റ്റലിലെ ഡാൻസർ. അത് ഒരു ഡാൻസ് കളിക്കല്ലേ? നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു.
നമുക്ക് കോഴിക്കോടിനെ കുറിച്ചാണ് നമ്മള് പല ആൾക്കാരും പല സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്. അതിമനോഹരമായ സുന്ദരമായ ഇത് കാണുന്ന പലർക്കും കോഴിക്കോടിനെ കുറിച്ച് അറിയില്ല. ഞങ്ങളെല്ലാരും പല സ്ഥലത്തേക്കാണ്. അപ്പൊ യാദവിന് കോഴിക്കോടിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോടിനെ പറ്റിയും അതിന്റെ ഫുഡിനെ പറ്റിയും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കൂട്ടത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു പയ്യനെ ഉള്ളത് യാദവാണ്. അപ്പൊ നമുക്ക് കോഴിക്കോടിനെ പറ്റി കൂടുതൽ യാദവിനെ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ എന്താണ് കോഴിക്കോടിനെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? എന്റെ വീട് പരിസരം എനിക്ക് കോഴിക്കോടിനെ പറ്റി അറിയുള്ളൂ. ഞാൻ അധികം ടൗണിലോട്ട് പോകാത്ത ഒരാളാണ്. സോ കുറച്ച് സ്ഥലങ്ങളെ അറിയത്തുള്ളൂ. ഇപ്പോഴും ഞാൻ കുറെ കാണാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രദേശങ്ങളില്ലേ ഈ അമ്പലം? ഞാൻ കോഴിക്കോട് ഏറ്റവും ഫേമസ് ആയ പേരകളിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ടില്ല. അല്ല, അധികം മാത്രല്ല, പല കോഴിക്കോട് നമുക്കാണ് അതൊരു തൊര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കണം. പക്ഷെ അവിടെ നമ്മൾ യൂട്യൂബിലും ഇതിലൊക്കെ കണ്ട് ശരിക്കും അവിടെ ഉള്ളവർക്ക് അതിലും നല്ല ഫുഡ് ചിലപ്പോ കാണുമല്ലോ. അവിടുത്തെ കല്യാണങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ ഫംഗ്ഷൻ, അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണ്? കല്യാണത്തിന്റെ ഒരു കൾച്ചർ. അല്ല, ഞങ്ങളൊക്കെ വേറെ സ്ഥലത്ത് പറയും. നിന്റെ വീട്ടില് കല്യാണം എങ്ങനെയാണ് എന്താ പരിപാടി? ഞങ്ങളുടെ വീട്ടില് അപ്പം സ്ഥലം കൂടി പറഞ്ഞു, ഏത് ജില്ല എന്ന് പറഞ്ഞു? എന്റെ സ്ഥലം ഇടുക്കിയിലാണ്. അപ്പം ഇടുക്കിയിൽ എന്ന് പറയുന്ന ഇടുക്കി കോട്ടയം എന്നൊക്കെ പറയുന്ന ഒരു അത്യാവശ്യം ഒരു എന്താ നെയ്ബർഹുഡ് ഏരിയ ആണ്. അപ്പം അവിടെ രണ്ടിടത്തും ഏറെക്കുറെ സെയിം ആയിട്ടാണ് ഈ മാരേജ് ഫംഗ്ഷൻസ് അല്ലെ എന്തെങ്കിലും കീറ താമസാണെങ്കിലും ഹൗസ് വാമിങ് എന്താണേലും കല്യാണത്തിന്റെ കല്യാണ തലേന്ന് തലേ ദിവസം വീട്ടുകാരും ബന്ധുക്കാരും കുടുംബക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി രാവിലെ തൊട്ട് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പെടുത്ത് വൈകിട്ടാകുമ്പോഴത്തേന് പതിയെ പതിയെ ഇങ്ങനെ നമ്മുടെ ആ ഏരിയയിലുള്ള കുറച്ച് പേര് ഇങ്ങനെ ഫുഡ് ഉണ്ടാകുക. അതൊരു നല്ലൊരു വൈബാണ്. ആ ടൈമിൽ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു വൈബാണ്. ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇപ്പൊ ഒരു കല്യാണം എന്ന് വെച്ചാൽ അവിടുത്തെ എങ്ങനെ ആ കൾച്ചർ എങ്ങനെയാണ്? ഒരു ഹിന്ദു ഇതിലൊരു മാരേജ് ആണെങ്കിലും ക്രിസ്ത്യൻ ഇതിലൊരു മാരേജ് ആണെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകത്തില്ലേ പലരും? എല്ലായിടത്തും ഉണ്ട്. അതാണ് ചോദിച്ചത്. അത് ഹിന്ദുക്കളുടെ കല്യാണം കൂടുതൽ അമ്പലങ്ങളിലാണ്, വലിയൊരു വ്യത്യാസം. നമുക്ക് അങ്ങനത്തെ ടോപ്പിക്കിലേക്ക് പോകാം. കോഴിക്കോട്ടെ പറ്റി ചോദിച്ചോ, പശുവിനെ പറ്റി പശുവിനെ പറ്റി തെങ്ങിനെ പറ്റി അതൊക്കെ വിടാം. അത് ചിലപ്പോ ഹാസ്യത്തിൽ പറഞ്ഞാൽ ട്രോളിയതാണെന്ന് അറിയത്തില്ല. അപ്പൊ എന്താണ് യാദവിന്റെ വിശേഷങ്ങൾ പറ. യാദവിന്റെ ഒരു ദിവസത്തെ കോളേജിലെ ഒരു മീൻസ് ഡേ ഇൻ മൈ കോളേജ്. സത്യം പറഞ്ഞാൽ കോളേജിൽ ഇലക്ഷൻ ടൈമാണ്. അങ്ങോട്ട് പോകുന്നു, ക്ലാസ് കേറുന്നില്ല, ഇല്ലെങ്കിൽ കേറുന്നില്ല. എന്നിട്ട് ക്ലാസ് കേറാറുണ്ടോ? കേറാറൊക്കെ ഉണ്ട്. ഇലക്ഷനെ കൊണ്ട് ഇപ്പൊ അങ്ങനെ ചില സമയത്ത് കേറാറുള്ളൂ. പിന്നെ സെമിനാർ, അസൈൻമെന്റ്, വർക്ക് ഉണ്ടെന്ന വർക്ക്, ചിലപ്പം ക്യാൻറ്റീൻ ചായ കുടിക്കാൻ പോകുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതങ്ങനെ ഫ്രണ്ട്സിനെ ഭയങ്കരമായ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അത് ഈ കോഴിക്കോട്ടുകാർ പൊതുവെ അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ കാര്യം? അതൊരു കഴിവ്. നമ്മള് പുലർത്തേണ്ട ഒരു 5 കാര്യങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടിട്ട് നിന്റെ ഒരു അഭിപ്രായത്തില്? അങ്ങനെയൊക്കെ ചോദിച്ചാ എല്ലാത്തിനും കൂടെ ഒപ്പരം കാര്യത്തിന്. ആദ്യം തന്നെ നിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബബിലു. അവന് നീ നമ്മളെ ബന്ധം ഇത്ര സ്ട്രെങ്ത് ആവുള്ള ഒരു 5 ഞാൻ അംഗനവാടി പഠിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ തൊട്ട് ഇപ്പൊ വരെ നല്ല ഫ്രണ്ട്സ് ആണ്. ആള് കോളേജിൽ ഒരുമിച്ചാണ്? അല്ല, അവൻ ഇപ്പം ജോലിക്ക് പോകും, ജ്വല്ലറി പോകും. അല്ല, അത് ഭാഗ്യം തന്നെയാണ്. എനിക്കൊന്നും അംഗനവാടി പഠിക്കുന്ന കൂട്ടുകാരൊന്നും എനിക്ക് ഒരു 6 മാസത്തിൽ കൂടുതൽ പോയിട്ടില്ല. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോ എന്താ നല്ല അത്രയും അടുത്ത ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് നല്ലൊരു വൈബാണ്. അവൻ കൂടെ ഉള്ളവരെ എവിടെ പോവാണെങ്കിലും അടിപൊളിയാണ്. നിങ്ങളെ ഒരുമിപ്പിച്ച് എന്താണ്? ഇപ്പം ഗെയിംസ് ആണോ, അതെന്താ യാത്രകളാണോ, ഫുഡാണോ, എന്താണ് നിങ്ങൾ ഒരുമിപ്പിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് എന്താ കാരണമൊന്നുമില്ല. പണ്ട് മുതലേ കണ്ടു എല്ലാം ഒരു സിങ്ക് കിട്ടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരേ വൈബ് എല്ലാത്തിനും. അല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് യാദവ് എന്ത് പറയുമ്പോഴും ബബിളു അപ്പൊ നമുക്ക് ഒരു ആകാംക്ഷ, ആരാണ് ബബിളു, എങ്ങനെയാണ്? നമുക്കൊന്നും അതുപോലത്തെ ഒരു കൂട്ടുകാരനില്ല. അപ്പൊ അതൊരു ലക്കിയാണ്.
എന്ത് പ്രശ്നങ്ങൾ പറയാനായിരുന്നാലും എന്താവശ്യത്തിന് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ. അല്ല ഇതൊക്കെ പറയുമ്പോ അത് കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. ഇത് തമാശയാണ് ഉദ്ദേശിച്ചത്. തമാശയിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇത് വേറെ എങ്ങോട്ടാണ് പോകുന്നത്? ഇല്ല നമ്മള് തമാശ ഇമോഷണൽ ആക്കി അല്ല നമുക്ക് ടോപ്പിക് മാറ്റാൻ കഴിയും. അതെ ഇനി അടുത്ത നമുക്ക് പറയണ്ടേ ഇനി എമില് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. നിന്റെ ഒരു ഹോബി പറഞ്ഞേ. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കുറെ ഹോബീസിനെ പറ്റി പറഞ്ഞു. വരച്ച പടം വല്ലതും ഉണ്ടോ ഇപ്പൊ? അത് കാണിക്കാം. അല്ല യാദവേ നീ ഇപ്പൊ കൂടുതലായിട്ടും ഹെഡ്സെറ്റ് നീ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഇത് എപ്പോ നിങ്ങൾ കേൾക്കണം. കാര്യം എവിടെ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ബോറടിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ സിനിമ കാണാറുണ്ട്, അല്ലെങ്കിൽ സീരീസ് അങ്ങനെ എന്തെങ്കിലും കാണും. പക്ഷെ ഒരാളുണ്ട് ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ ഉറങ്ങും. എന്തിനാ? ഈ മറ്റേ ഈ പോഡ്കാസ്റ്റ് അല്ല മറ്റേ പോക്കറ്റ് എഫ് മാത്രമൊന്നുമല്ല. ചിലപ്പോ പാട്ട് ചിലപ്പം ഓഡിയോ സീരീസ്. ഓഡിയോ സീരീസ് പല ആൾക്കാർക്കും ഓഡിയോ സീരീസ്, മാങ്ക ബുക്ക്, അതുപോലെ തന്നെ അനിമേഷൻ സീരീസ് അതെല്ലാം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഓഡിയോ ബുക്കിനോട് ഇത്രയും താല്പര്യം വരുന്നത്? അത് ഇമാജിനേഷനിൽ ഇങ്ങനെ വരാണോ മീൻസ് ഓരോന്ന് കേൾക്കുമ്പോ അതിപ്പോ മറ്റേ ചില യൂട്യൂബിലൊക്കെ കാണാൻ ചില ഷോർട്ട് വീഡിയോസ് ഈ ഓഡിയോ സീരീസ് അത് കുറച്ച് കാണുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നും കാണാൻ വേണ്ടി. അപ്പം അതിന്റെ അകത്ത് ചില സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു 100 സംതിങ് വരെ ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ഓരോ ടൈം വെച്ചിട്ട് ഓരോ ദിവസം വെച്ച് ഇങ്ങനെ 2-3 എപ്പിസോഡ് ഒന്നൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ കൊടുക്കേണ്ടി വരും. അവരുടെ പരസ്യത്തിന് അവർ പറയുന്നുണ്ട് വായിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഇതെന്ന് പറയുന്നത്. നേരത്തെ വായിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് കോമഡി ഇതൊക്കെ വെച്ചാൽ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത് എന്ത് സംഭവിക്കും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഇത് വേറെ വായിക്കാനുള്ള കഥയൊന്നും വേറെ എവിടെ ഇല്ല. ഇങ്ങനെ നല്ലൊരു ഫീൽ കിട്ടും. പിന്നെ എപ്പോഴേലും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇല്ലാത്ത ഇപ്പൊ കുറെ നിർത്തിയിട്ടു. ഈ വരയിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത ഡ്രോയിങ്ങിലോട്ട് 1ാം ക്ലാസ് 2ാം അതിന്റെ മുമ്പേ 1ാം ക്ലാസ് 2ാം ക്ലാസ് എനിക്ക് ഓർമ്മയില്ലോട്ടെ. 1ാം ക്ലാസ്സിൽ വരയ്ക്കുക അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? വരയ്ക്കുക ആരാ അച്ഛനാണോ പഠിപ്പിക്കാനൊക്കെ? പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വരയ്ക്കുക. അച്ഛൻ മറ്റേ മരത്തിലൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്യായിരുന്നു. ആൾക്കാരിതല്ലേ അങ്ങനെ അത് കണ്ട് 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 നീ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ പിള്ളേർക്കും വരച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് പടങ്ങളൊക്കെ. കൂടുതലും ഞാൻ ആർക്കും വരച്ചു കൊടുക്കാറില്ല. സ്വന്തം എന്റെ ഇഷ്ടപ്രകാരം ആവശ്യപ്പെടാതെ വരച്ചു കൊടുക്കും. ഞാൻ ചെറിയ മക്കളില്ലേ 1-2-3 വയസ്സൊക്കെ ആയ കുട്ടികള് അവരുടെ ചിലത് എനിക്ക് എല്ലാം ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ചിലത് ഞാൻ കണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും തോന്നി ഞാൻ വരയ്ക്കും. പിന്നെ ഈ കാർട്ടൂൺ പിക്ചേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ കണ്ട് വരയ്ക്കുക ചിത്രം കൂടുതൽ പ്രാക്ടീസ് ചെയ്ത എന്തെങ്കിലും നടക്കും. ഞാൻ പണ്ട് വിചാരിച്ചത് ഒരു ആർട്ട് കോളേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കോളേജിലും ചേർന്ന് ഇത് പഠിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതുമായിട്ട് മുമ്പോട്ടുള്ള എന്തെങ്കിലും പ്രൊഫഷൻ അങ്ങനെ കുറച്ച് വന്നേരം എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോ പിന്നെ അത് വിട്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ട് അതിൽ പോകാനും. അത് ഇനിയും ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, ഇനിയും പോകാനേ ഉള്ളൂ. ഇപ്പോഴത്തെ 6 months ഒക്കെ ഉള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് പോകും. നമ്മൾ ഇച്ചിരി തന്തയും പോകുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ യാദവന്റെ ഒരു ഭയങ്കരമായ ഒരു കഴിവാണ് പാട്ട് പാടുക. അതെ, അപ്പം ആള് ഇതൊക്കെ തന്നെയാണ് യാദവ് എന്ന് പറഞ്ഞത്. അപ്പം യാദവന്റെ ഒരു പാട്ടോട് കൂടി നമുക്ക് അടുത്ത് അല്ല പാട്ടും എന്നാൽ ഇനി യാദവിനെ ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക എല്ലാവരോടും. ഞങ്ങളുടെ ചോദിക്കണം എന്തെങ്കിലും യാദവേ, ഇവരിലെ നല്ല കാര്യം ഒരു ചീത്ത കാര്യം, ഇവരിലെ നല്ല കാര്യം ചീത്ത കാര്യം, ഇല്ലേ നല്ല കാര്യം ചീത്ത കാര്യം പറഞ്ഞു. എല്ലാരും
വൈബാണ്. പക്ഷെ പൈസ ചെലവാക്കുന്നതിന് എല്ലാവരും മുമ്പേ ഇവിടെ മാന്യമായ സംസ്കാരമേ ഉള്ളൂ. സോറി ഗൈസ്, അതിപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് അത് കട്ട് ചെയ്ത് ഞാൻ മാറ്റി പറയാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പറ്റിയുള്ള ഡിസഡ്വാൻറ്റേജ് അഭിരാമിനെ പറ്റി ഒരു നല്ല ഒരു ചീത്ത കാര്യം പറഞ്ഞു. ആള് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. എല്ലാവർക്കും ഫോട്ടോ എടുത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. നല്ല സ്കില്ലൊക്കെ ഉണ്ട് ആൾക്കല്ലേ. അടിപൊളിയായിട്ട് പാട്ട് പാടാം. അതൊന്നും പറയാനില്ല. നമ്മള് ഇവിടുത്തെ ഏറ്റവും വലിയ പാട്ടുകാരനാണ് അഭിരാം. അഭിരാമിന്റെ പാട്ട് ലാസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ അതുകൊണ്ട് അത്ര വരത്തില്ല കേട്ടോ. അത് ഇവൻ പറഞ്ഞത് വെറും ശരിയാണ്, സത്യമല്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഒരു പൊട്ടനായ പാട്ടുകാരനാണ് വേണമെങ്കിൽ പറയാം സ്വന്തമായിട്ട്. അത് രണ്ട് നല്ല എമിലി നല്ലോണം പാട്ട് പാടും. എമിലി പാടും. എമിലി ചില പാട്ടൊക്കെ പാടുമ്പം ഭയങ്കര കൗതുകമായിട്ട് നിർത്തിയിട്ട് ഉറങ്ങുക. ഓണാണോ? ഈ മോശം ഒരു കാര്യം പറഞ്ഞു. നല്ലതും ചീത്തയോ ശരി ചീത്ത കാര്യം പറഞ്ഞു. ഈ ചീത്ത കാര്യം എന്ന് പറഞ്ഞാൽ അല്ല, രാത്രി ഉറക്കം സംസാരിക്കും. ഓക്കെ ടോപ്പിക് നല്ലൊരു കാര്യം നല്ലൊരു നല്ല ഒന്നും ചീത്ത കുറെ കാണുമല്ലോ. അതിന്റെ ഒരു 10 എണ്ണം പറഞ്ഞു. എന്റെ ചീത്ത കാര്യം പറ, എന്നിട്ട് നല്ല പറയാം. ചീത്ത കാര്യം വെച്ചാ പെൺവിഷയം വേണോടാ. മച്ചാനെ ഇത് വിടുന്നു. ഇത് ലൈവ് ഇവന് ഒരു കൊച്ചില്ലാത്ത നല്ല സങ്കടം ഉണ്ട്. ആരെങ്കിലും കാണുന്ന ഇവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രപ്പോസ് ചെയ്യാം. നല്ലൊരു പയ്യനല്ലേ. നല്ലൊരു പയ്യനാണ്. മോശമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാ ഒന്നും പറയില്ല. നല്ലൊരു ചീത്ത പറഞ്ഞല്ലേ എമിലി നല്ലൊരു പാട്ടുകാരനാണ്. ചീത്തകാരെന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ നല്ല കാര്യം. എല്ലാരും ഒന്നേ ഉള്ളൂ. നമ്മുടെ നല്ല കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണമെന്നാണ്. അപ്പോഴപ്പോഴും അപ്രീഷിയേറ്റ്. നല്ലൊരു മോട്ടിവേറ്റർ ആണ്. ഒന്ന് രണ്ട് അത് ശരിയാ, മോട്ടിവേറ്റർ. അതെ, എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരും. അല്ല, എന്തൊരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും. അത് മോശമാണേലും നല്ലതാണേലും. നീ നോക്കൂ, ഞാൻ കൂടി ചോദ്യോത്തരോ പറയട്ടോ. യാദവിന്റെ എന്തെങ്കിലും കാര്യത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നല്ല കാര്യമാണെങ്കിൽ മോശമാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരു കൺവീനിയൻസ് സ്റ്റാർ ആണ്. എല്ലാത്തിലും അഭിപ്രായം പറയും, സ്വന്തം കാര്യത്തിലൊന്നും ചെയ്യത്തില്ല. അത് എല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മളെല്ലാം എല്ലാരെ കുറിച്ച് അറിഞ്ഞു കുറെ അധികം. നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? അഭിരാമിന്റെ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് എന്റെ പാട്ട് പാടത്തില്ല. ഞങ്ങൾ കൂട്ടിക്കോളാം. നമ്മളല്ല, എല്ലാരും പാടാണ്. ലീഡ് പാടും. ഞങ്ങൾ കോഴ്സ് പാടാം. നീ ലീഡ് പഠിക്കും. അഭിക്ക് അറിയത്തുള്ളൂ. തുടക്കം അഭിക്ക് അറിയത്തുള്ളൂ. ിന്റെ മുറ്റത്തെ മുല്ല പോരട്ടേക്കു നിന്നില്ലേ, ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, ആരും തുളച്ചില്ല. ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണിൻ ആരും തുടച്ചില്ല.
ഗായ്സ് അപ്പൊ നമ്മൾ ഈ പാട്ടിലൂടെ